ദൈവതിരുസന്നിധി കൃപ കണ്ടെത്തുന്നവരെ 70 കൊല്ലത്തേക്കല്ല കണ്ടെത്തണത്. മനസ്സിലായ? ദൈവതിരുസന്നിധി നീ പരീക്ഷയുടെ വിജയം കണ്ടെത്തിയാൽ 70 കൊല്ലം കഴിയുമ്പോൾ തീരും. ദൈവതിരുസന്നിധി നിൻ്റെ വസ്തു വിൽക്കണ ഒരാവശ്യം കണ്ടെത്തിയാൽ ആ വസ്തുവിൻ്റെ കാലം കഴിയുമ്പോൾ അത് തീരും. ദൈവതിരുസന്നിധി നീ ചെറുക്കനെ കണ്ടെത്തിയാലും നീ നിൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയാലും എല്ലാം 100 കൊല്ലം കൊണ്ട് തീരും. ദൈവതിരുസന്നിധി നീ കൃപ കണ്ടെത്തിയാൽ അന്ത്യം വരെ, അവസാന കാലം വരെ, നിത്യത വരെ പരിശുദ്ധ അമ്മയോടൊപ്പം നിൻ്റെ സാന്നിധ്യം, അമ്മയോടൊപ്പം നിൻ്റെ സാന്നിധ്യം ദൈവതിരുസന്നിധിയിൽ ഉണ്ടാകും. ദൈവവേദലേ, ഇത് കൃപയുടെ ഒരു എക്സ്റ്റൻഷൻ. കൃപ കണ്ടെത്തണം. നിൻ്റെ മെറിറ്റ് കുറഞ്ഞു പോയാൽ, അപ്പോൾ അതല്ലേ റബി ടീച്ചർ സംഭവിക്കണത്. അവിടെ മെറിറ്റ് കുറഞ്ഞു പോയി. പക്ഷേ അവരുടെ കൂടെ കോമ്പറ്റ് ചെയ്യണം. മത്സരത്തിൽ റബി ടീച്ചർ ജയിക്കും, ഇൻ്റർവ്യൂ ജയിക്കും. മാനേജർ പറഞ്ഞ് ഇൻ്റർവ്യൂ ജയിച്ചിട്ടുണ്ട്, ജോലി തരാം, പക്ഷേ കാര്യമുണ്ട്, കേട്ടക്ക് പാസ്സാകണമെന്ന് പറയും. ഇൻ്റർവ്യൂ ജയിച്ചിട്ടുണ്ട്, ജോലി തരാം, പക്ഷേ കേട്ടക്ക്. അപ്പോഴും ഇവർ വിറക്കും. എന്താ കാര്യം? കേട്ടക്ക് പുതിയ പരിപാടിയാണ് അല്ലേ? അത് കുഞ്ഞുങ്ങളുമായിട്ട് പഠിച്ചാൽ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ പഠിച്ചാൽ അവരൊരിക്കലും രക്ഷപ്പെടത്തില്ല. അപ്പോഴും മാതാവിനോട് പറയും, എന്താണ് അവിടെയും ഉടമ്പടി വർക്ക് ചെയ്യും. എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. 150 ചോദ്യങ്ങളാണ് കേട്ടക്കിന് വരേണ്ടത്. 150 ചോദ്യങ്ങൾ. ടീച്ചറിൻ്റെ കൈയും കാലും പറിച്ച് കണ്ണൊക്കെ ചിമ്മി, കണ്ണ് കാണാൻ പറ്റില്ല, തലകറക്കം പറ്റില്ല, എന്തൊക്കെ ആ 8 ചോദ്യമേ അറിയാൻ പാടുള്ളൂ. 8 ചോദ്യമേ അറിയാൻ പാടുള്ളൂ 150 ചോദ്യത്തിൽ. കാര്യം 17 കൊല്ലമല്ലേ പഠിച്ചിറങ്ങിയിട്ട്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ അടുത്തൊക്കെ ടീച്ചർ ഈ ഉടമ്പടി കാശിലും കൊണ്ട് വെക്കും. കേട്ടക്ക് പരിചയമാണ്. ഉടമ്പടി 150 ചോദ്യത്തിൻ്റെ പിന്നിലും കൊണ്ടുപോയി ഉടമ്പടി കാശിൽ വെക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ബ്ലിങ്ക് ചെയ്യും. അതെല്ലാം ടിക്ക് ചെയ്ത് വെക്കും. ആരാണ്? മാതാവ് നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ, ചില ഉത്തരങ്ങൾ ബ്ലിങ്ക് ചെയ്യിക്കുകയാണ്. അത് ഭയങ്കര രസമാണ് ടീച്ചർ പറഞ്ഞ് കേൾക്കാൻ. അത് അവർക്കറിയത്തില്ല. അവർക്ക് 8 എണ്ണമേ അറിയാൻ പാടുള്ളൂ. 150 ചോദ്യങ്ങളുണ്ട്. അവർ 94 എണ്ണത്തിന് റെഫർ ചെയ്ത് ഈ 94 ഉത്തരം അവർ പറഞ്ഞു, എനിക്ക് സത്യമായിട്ട് 8 ഉത്തരവേ അറിയാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ അമ്മ എഴുതി തന്നതാണെന്നാണ്. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന. അവരുടെ സർക്കാർ ജോലിയായി. നോക്കിയ ഒരു സ്റ്റോറി വന്ന കാര്യമുണ്ടല്ലേ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയുടെ ഒരു സംഭവം, ഇവിടെ കമ്പ്, സർക്കാർ ജോലി എന്നുള്ള സ്വപ്നത്തിൻ്റെ കമ്പ് പണ്ടേ കരിഞ്ഞു പോയതാണ്. പക്ഷെ ഉടമ്പടി വെച്ച് കഴിയുമ്പോൾ കൂടാരത്തിലേക്ക് വരികയാണത്. അഹ്റോൻ്റെ കമ്പ്, ഈ അവധാന പേടത്തിലിരിക്കുന്ന ഒരു ഐറ്റം എന്താണെന്നറിയാമോ? ഒരു ഐറ്റം വചനമാണ്. ഒരൈറ്റം എന്താണ്? അഹ്റോൻ്റെ ഉണങ്ങിയ കമ്പ് കൂടാരത്തിൽ വെച്ചതാണ്. എന്നിട്ടത് പിറ്റേ ദിവസം മോസസ് വിരുന്ന് നോക്കുമ്പോൾ അത് ബദാം കായ്ച്ച് കിടക്കും. നിൻ്റെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോയതോ, ഔട്ട് ഓഫ് ഡേറ്റ് ആയതോ, നീ വെറുത്തം വെച്ച് പോയതോ എല്ലാം ഉടമ്പടിയിൽ മാതാവ് ടേക്കപ്പ് ചെയ്യും. അത് സംഖ്യാപുസ്തകത്തിലാണുള്ളത്. സംഖ്യ അല്ലേ? സംഖ്യ ഒന്ന് വായിച്ചോളൂ. സംഖ്യ ശ്രുതികട്ടെ. ഹല്ലേലൂയ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സംഖ്യ 17:8. സംഖ്യ 17:8. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സംഖ്യ 17:8. പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹറോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അതാണ് റീബി ടീച്ചറിൻ്റെ സാക്ഷ്യത്തിൻ്റെ സംഗ്രഹം. അവരുടെ ഒരു വരണ്ട വടിയായിരുന്നു. 17 കൊല്ലം ഒന്നും ചെയ്യാതെ പോയ അത് ആ വിഷയം ഉപേക്ഷിച്ചതാണ്. പക്ഷെ ഉടമ്പടി വെക്കുമ്പോഴത് ഈ അഹറോൻ്റെ പടി പോലെ പൂത്ത് തളർത്ത് നിൽക്കും. മനുഷ്യനെ പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ദൈവം പ്രത്യാശ കൊടുക്കും. അത് ഈ വാഗ്ദാന പേടകത്തിൽ മോശയോട് ദൈവം പറഞ്ഞ് ഈ അഹ്റോൻ്റെ പൂത്ത വടി ബദാം കായ്ച്ചത് എടുത്തിരുന്ന് വെക്കാൻ പറഞ്ഞ്. ഇത് പിന്നീട് 11:9 ഹെബ്രായ ലേഖനം വായിച്ചവനെ 9:4. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും മന്ന വെച്ചിരുന്ന സ്വർണ്ണ വാഗ്ദാന പേടകത്തിലുള്ള ഐറ്റമാണ് ഈ പറയണത്. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹറോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. നിങ്ങൾ ഉടമ്പടി ഫലകങ്ങൾ ഇതിലല്ലേ സൂക്ഷിക്കണത്? അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടിയുടെ ഫലകങ്ങൾ എന്ന് പറഞ്ഞ വചനമാണ് മോസസിന് കൊടുത്തത്. പിന്നെ അഹറോൻ്റെ തളർത്ത വടി പ്രത്യാശ. പിന്നെ എന്താണ്? വാഗ്ദാന പേടകത്തിൽ സ്വർണ്ണക്കലശത്തിൽ മന്നാപ്പം. കാര്യം ജനം ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആകാശത്തും ദൈവം ഭക്ഷണം കൊടുത്തതിൻ്റെ കാര്യം. അതായത്
ഇതെല്ലാം ഒരു സാധ്യത മങ്ങുമ്പോൾ, ജോലി, വീട്, വിവാഹം, ജീവിതം, യാത്ര, എല്ലാത്തിനും മാനുഷികമായ മെറിറ്റുകൾ കുറയുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ അടയാളങ്ങളാണ് അഹറോന് തറുത്ത വടിയും മന്ന അപ്പവും, അതുപോലെ തന്നെ അതിനെ നിവൃത്തിയാക്കുന്ന ദൈവത്തിൻ്റെ വചനവും. അപ്പോൾ അവൻ പറയണത് പോലെ ചെയ്യാവുന്നല്ലേ നമ്മൾ പറയണത് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ. അപ്പോഴിതുപോലെ നിൻ്റെ പ്രത്യാശ കരിഞ്ഞ വടികളെല്ലാം തളർക്കും. നീ ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്ന് നിനക്ക് ആഹാരം കിട്ടും, വഴി കിട്ടും, ജോലി കിട്ടും. ഇതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ആണ്. അതിനാണ് വാഗ്ദാന പേടകം എന്ന് പറയണത്. പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണ്. യേശുവും വാഗ്ദാന പേടകമാണ്. പക്ഷേ മരിയൻ ഉടമ്പടി വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ പുനഃക്രമീകരിച്ചുകൊണ്ട് യേശുവിന് സാക്ഷ്യമായി ജീവിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു നിത്യസമർപ്പണമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മരിയൻ ഉടമ്പടിയുടെ ആത്മാവും അന്തസത്തയും അറിഞ്ഞുകൊണ്ട് അത് നിലവിൽ വരുത്തുവാനും ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് എല്ലാ മേഖലകളിലും സംലഭ്യമാക്കുവാനും എന്നെ ലൂക്കാ 1:30 അനുസരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ എനിക്കും ദൈവതിരുസന്നിധിയിൽ അമ്മയുടെ മാധ്യസ്ഥത്തില് കൃപ കണ്ടെത്തുവാൻ, കൃപയുടെ അവസാനം നിത്യതയിലെ ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. വലിയ അഭിഷേകം ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന. ഹല്ലേലൂയ. സമാപന ആശീർവാദമാണ്. മുട്ടേതെന്ന് ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ
പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. 1, കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യം പറയുവാനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സാക്ഷ്യം. ഞങ്ങൾ ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നാലും ഞാൻ ചോദിക്കുന്നത് സാക്ഷ്യം പറഞ്ഞതാണെന്ന് ചോദിക്കത്തുള്ളൂ. സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ആ ഉടമ്പടിക്ക് സ്ഥിരീകരണം ഇല്ലെന്ന് എൻ്റെ അർത്ഥം. നിങ്ങൾ എടുത്തു എന്നുള്ള കാര്യം സത്യമാണ്, പക്ഷേ ദൈവം അത് സ്വീകരിച്ചിട്ടില്ല. കാരണം സ്വീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ നിങ്ങൾ ചെയ്തിട്ടില്ല. എന്തൊക്കെ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് വീട്ടിൽ കൊണ്ടേ വെക്കുന്നു, പിന്നീട് അതിൻ്റെ പ്രാർത്ഥനകൾ കുറക്കുന്നു, അല്ലെങ്കിൽ രോഗികളെ കാണുന്നില്ല, അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല, നിങ്ങൾ ഉഴപ്പുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം കിട്ടത്തില്ല. സാക്ഷ്യം കിട്ടാത്തവർ ഞാൻ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അവർ പ്രോസസ്സിലാണല്ലോ. പിന്നെ രോഗമായി അടിയന്തര വിഷയങ്ങളെല്ലാം എടുക്കും. രോഗം, കടം, ഇപ്പം അതായത് മുന്നിൽ സമയമില്ലാത്ത അച്ഛൻ ആൾക്കാരെ കാണുന്നത് മുന്നിൽ സമയമില്ലാത്ത ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ആൾക്കാരെ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഉടമ്പടി 3 പുതുക്കിയാലേ കാണത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഉടമ്പടി എടുത്താൽ തന്നെ ആൾക്കാരെ കാണും. വിഷയം സീരിയസ് ആയാൽ മതി. ഉടമ്പടി എടുത്താൽ തന്നെ കാണാം. അപ്പം അതിനകത്ത് കാര്യങ്ങൾ കേൾക്കും, ബ്ലെസ് ചെയ്യും, പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. അവർ സീനിയറാണെങ്കിൽ സാക്ഷിയൊക്കെ പറഞ്ഞ് സീനിയറാണെങ്കിൽ മെസ്സേജുകൾ പറയാൻ തുടങ്ങും. എന്ത് നടക്കും, എപ്പോൾ നടക്കും, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള കറക്റ്റ് കാര്യങ്ങൾ മെസ്സേജ് പറയും. അത് ബിബ്ലിക്കൽ മെസ്സേജുണ്ട്, ദർശന മെസ്സേജുണ്ട്. കർത്താവ് എന്താ തരണത് അതനുസരിച്ച് പറയും. അതുകൊണ്ടാണ് നീല ഉടമ്പടിയൊക്കെ വരണത്. നീല ഉടമ്പടി അവർ തന്നെ വെള്ള ഉടമ്പടിയൊക്കെ ഉണ്ട്. ഉടമ്പടി 2-ാം കൊല്ലത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് നീല ഉടമ്പടി കിട്ടുന്നത്. ഉടമ്പടി 3-ാം കൊല്ലത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് വെള്ള ഉടമ്പടി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം സാക്ഷ്യത്തിൻ്റെ പത്രമുണ്ട്. കാരണം നീല ഉടമ്പടിയാണ്, പിന്നെ സാക്ഷ്യമില്ലായിരുന്നു കഴിഞ്ഞാലും അതിൻ്റെ സാധാരണ പച്ച ഉടമ്പടിയുടെ വില മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സാക്ഷ്യം ഉണ്ടാകണം. സാക്ഷ്യം ഉണ്ടായാൽ മാത്രം പോരാ, സാക്ഷി ഇവിടെ വന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം. ഇപ്പം മറ്റ് ഡോക്ടർ ഇപ്പോൾ രോഗസൗഖ്യം ഉടമ്പടി കൊണ്ട് മാത്രം സൗഖ്യപ്പെട്ടാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യപ്പെട്ടതായിട്ട് ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇവിടെ വെറുതെ വന്ന് പറഞ്ഞാൽ ഞങ്ങളത് എഴുതിയൊക്കെ എടുക്കും. പക്ഷേ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തേക്ക് പബ്ലിക്കായിട്ട് വിടാൻ പറ്റും. അതാണ് എൻ്റെ ഗുണം. അപ്പോൾ ഒത്തിരി പേര് ഈശോയിൽ വിശ്വസിക്കാനും നിങ്ങൾ വഴി കർത്താവ് മഹത്വപ്പെടാനും ആത്മാക്ക് രക്ഷപ്പെടാനൊക്കെ ഇടയാക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. എന്നെ കർത്താവിൻ്റെ പ്രേക്ഷിതയാക്കി മാറ്റാൻ, ഞാൻ വഴി കർത്താവിനെ എല്ലാവരും അറിയാൻ എനിക്ക് നല്ല സാക്ഷ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ഓഫീസിൽ അവിടെ പ്രഭുവചനൻ ഇരിക്കണത് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് സാക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തിട്ട് ഓടിക്കളയരുത്. സാക്ഷ്യം പറയാനായിരിക്കും ഉദ്ദേശിക്കണം. കാര്യം സാക്ഷ്യം പറയാൻ പറ്റുന്നതാണെങ്കിൽ അച്ഛൻ പറയാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ സാക്ഷ്യം നിലവാരം കുറഞ്ഞ സാക്ഷ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അച്ഛനത് പറയും, കുറച്ചുകൂടി പ്രാർത്ഥിക്ക്, അടുത്ത കാര്യങ്ങൾ നടന്നിട്ട് പറയാമെന്ന് പറയും. പക്ഷേ അപ്പോഴും ഞങ്ങൾ ഒപ്പിട്ട് തരും സാക്ഷ്യം നിങ്ങൾക്ക്. ഞങ്ങൾ സാക്ഷ്യം നിങ്ങൾ കൊണ്ടുവന്നതാണ്, കണ്ടതാണ്. അപ്പോൾ അങ്ങനെ സാക്ഷ്യം ഒപ്പിട്ട പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും സാക്ഷ്യം പറഞ്ഞതാണെന്ന് ചോദിക്കുമ്പോൾ പറയാമത്തില്ല. പക്ഷേ എനിക്ക് പേപ്പറുണ്ട് സാക്ഷ്യത്തിൻ്റെ, ഒപ്പിട്ട് തന്ന സാക്ഷ്യം എഴുതിക്ക് വെച്ചുകൊണ്ട് തന്നെ അല്ല, ഒപ്പിട്ട് മേടിക്കണം. ഇവിടെ വായിപ്പിച്ച് ഒപ്പിടണം. അല്ല നിങ്ങൾ വല്ല നുണയൊക്കെ എഴുതി കൊണ്ടുവരുമോ ചില അച്ഛനെ കാണാൻ വേണ്ടി? അങ്ങനെയൊക്കെ ആൾക്കാർക്ക് മടിയൊന്നുമില്ലല്ല. അപ്പം തല വെട്ടിക്കളഞ്ഞാണ് പിന്നെ ഒട്ടിച്ച് വെച്ചാണെന്നൊക്കെ പറഞ്ഞ് വരും ആൾക്കാർ. അതെന്താ പ്രശ്നം? ചില ആൾക്കാരുടെ സ്വഭാവമാണ്. ഈ അച്ഛനെ കാണുന്നതിലാണ് എൻ്റെ വലിയ ആനക്കാരി ഇരിക്കണമെന്ന്. അതൊന്നുമില്ല. 99% ആൾക്കാരെ ഈ സാക്ഷ്യപ്പെടണ അച്ഛനെ കാണാത്ത ആൾക്കാരാണ്, അമ്മയെ കണ്ട ആൾക്കാരാണ്. മര്യാദയ്ക്ക് ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, ഒരു 1000 കാര്യം അമ്മ സാധിക്കും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. പ്രൈസിലോട്. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി, രണ്ടാമത്തെ സാക്ഷ്യം. ഇവിടെ അച്ഛൻ പറഞ്ഞ പോലെ അത്യാവശ്യക്കാർക്ക് എന്നെ കാണാൻ അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഈ ആൾദൈവമൊന്നും അല്ല കേട്ടോ, ആൾക്കാരെ ക്രിസ്തുവിൽ സഹായിക്കുന്ന ഒരു സാധു സുവിശേഷ പ്രവർത്തകനാണ്. അത്രയേ ഉള്ളൂ. അപ്പം പക്ഷേ അച്ചിട്ട് വിശ്വസിക്കും. അത് പുതിയതായിട്ട് ഏതെങ്കിലും ധ്യാനം